ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കുഞ്ഞു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. അതായത് ഞങ്ങൾ ഇന്നൊന്ന് ടൗൺ വരെ പോയായിരുന്നു. റേഷൻ കടയിലും കാര്യങ്ങളൊക്കെ പോകേണ്ടതുണ്ടായതുകൊണ്ട് ഞാനും മക്കളും കൂടി ചെന്ന് ഇറങ്ങി. അപ്പം അവന്റെ മുടിയൊക്കെ വെട്ടാനായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എന്താ പറയാ, ഒന്ന് തലക്കൊന്ന് സ്കൂളിൽ നിന്ന് വീണിട്ട് പൊട്ടിയിട്ട് തന്നെ ആ സമയത്ത് മുടിയൊന്നും വട്ടിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പം നന്നായിട്ട് വളർന്നു. ഇപ്പം ലീവും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പോയിട്ട് വരാമെന്ന്. അങ്ങനെ കസേര കയറ്റി ഇരുത്തി എന്തോ ഭാഗ്യത്തിനൊന്നും അനങ്ങാതൊക്കെ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും മുടി വെട്ടാൻ പോയി കഴിഞ്ഞാൽ പല ആക്ഷനും തല കൊണ്ടുള്ള പല പല കളികളാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഇപ്പൊ ചെറിയ ചക്കറായതുകൊണ്ട് അവൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തു. അല്ലാതെ ചില സലൂണിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പറയും പറ്റത്തില്ല എന്ന്. കാരണം ഇവന്റെ കളി അങ്ങനത്തെ കളിയാണ്. മുടി വെട്ടിക്കാൻ കൊണ്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്റെ പൊന്നോ, എനിക്ക് തോന്നുന്നു 2 വയസ്സ് തൊട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. 2 വയസ്സ് തൊട്ട് ബാർബർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതന്നെയാണ് അവസ്ഥ. എങ്ങനെ പിടിച്ചിരുത്തിയാലും ഇരിക്കത്തില്ല, ഒരേ കരച്ചിലായിരിക്കും. വായിലും മൂക്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മേത്തും ഒക്കെ മുടിയായിട്ട്. അതൊന്നും ഇപ്പൊ ഓർമ്മിക്കുമ്പോ എനിക്ക് എന്തൊക്കെയോ പോലെ. ഇപ്പൊ എനിക്കാണ് ഒരു 2 വർഷമായിട്ടാണ് പിന്നെയും ഒന്ന് പറഞ്ഞതുപോലെ അനുസരിച്ച് ഒന്ന് കസേര കയറ്റി ഇരുത്തിയാ ഇരിക്കുന്നിടത്ത് ഇരിക്കുന്നത്. എന്നിട്ടും അതിന്റെ ഇടയിൽ കൂടെ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഞാൻ അവിടെ നിന്ന് മാറുന്നുണ്ടോ മാറിപ്പോകുന്നുണ്ടോ എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു. മോളോട് പറഞ്ഞു, നീ കയറണ്ട, നീ ഇവിടെ മൊത്തം മുടിയായിരുന്നു നിലത്തൊക്കെ. അങ്ങനെ ഒക്കെ എങ്ങനെയൊക്കെയോ റെഡിയാക്കി. ഞാൻ ചോദിച്ചു ഏത് മോഡലൊക്കെ വേണ്ടത്. അപ്പൊ പറഞ്ഞു അവിടെ വരയിട്ട് ഇവിടെ വരയിട്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത്രയും പിന്നെയും കാരണം അടുത്ത മാസം ആകുമ്പോഴത്തേക്കും അതുപോലെ മുടി നന്നായിട്ട് വളരുന്നുണ്ട്. ഞാൻ പറഞ്ഞു കുറച്ചധികം മുടി എടുത്തോന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിള്ളേരല്ലേ, 1 മാസം കൊണ്ട് തന്നെ പകുതി ആകുമ്പോഴത്തേക്ക് തന്നെ മുടി വളർന്നിട്ടുണ്ടാവും. അതൊക്കെ എനിക്ക് വളരുന്നെങ്കിൽ എന്നൊക്കെ ഒരു ഉപകാരമായി. എന്നതും ഇല്ല. എന്നെ അവിടെ ഇരുന്ന് കുറേ സമയം, എന്താ വെച്ചാൽ നമുക്ക് ആദ്യം പോയപ്പോൾ നന്നായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുറേ സമയം ഇരുന്നിട്ടാണ് പിന്നെ അപ്പത്തേനും തന്നെ ഉച്ചയായി. അങ്ങനെ മുടിയൊക്കെ മുറിച്ച് ഇതാ കണ്ടില്ലേ, കൊട്ടാപ്പൻ ഐസൊട്ടിയുടെ പണിയായിട്ട്. ഞാൻ പറഞ്ഞു നടന്നോ ഇനി വീട്ടിലോട്ട് നടന്നോന്ന് പറഞ്ഞു. അവൻ നടന്നു. എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് ഐസ്ക്രീം ഒക്കെ മേടിച്ചായിരുന്നു. എന്റെ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തില്ല കേട്ടാ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ചെറിയ തോതിൽ മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പത്തേനും നമുക്ക് വീഡിയോ പിടിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പുതിയ ആരും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.